ഹായ് എവരി വൺ, ഇന്നും ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ കുറച്ച് മോശം അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ജുനൈദ് ഇങ്ങനെ വിളിച്ചു ചിക്കൻ ചൂടാൻ പോയാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇന്ന് നല്ല തണുപ്പും ഇതൊക്കെ തീരെ വയ്യ, ഭയങ്കര ജലദോഷം. അപ്പൊ ഞങ്ങൾ എവിടെ ഇറങ്ങണ്ട എന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജുനൈദ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചിക്കൻ ചൂടാൻ പോയാലോ പറഞ്ഞു. ദുബായില് തണുപ്പായി കഴിഞ്ഞാല് മെയിൻ ആക്ടിവിറ്റി ആണല്ലോ ഈ ചിക്കൻ ചുടലും ഇതൊക്കെ. അപ്പോൾ ഇവിടെ കവാനിജില് മുഷ്രിഫ് പാർക്ക് ഉണ്ട്, അവിടെ വെച്ചിട്ട് ഇന്ന് നമ്മൾ ചിക്കൻ ചൂടാൻ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്തും. ഓക്കെ അയ്യോ അല്ലേ? അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവാൻ സാധ്യത. എല്ലാവരും സാധാരണ ഈ സാറ്റർഡേ ദിവസങ്ങളിൽ ആണ് ഈ ചിക്കൻ ചുടലിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈ ഐബക്കിനൊക്കെ വെച്ചിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചാൽ വളരെ പ്രയാസമാണ്. കണ്ടില്ല അവന്റെ വികൃതി. മുഷ്രിഫ് പാർക്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട്, ഒരു 10 ദിർഹംസിന്റെ ഒരു എൻട്രി ഫീ ഉണ്ട്. വണ്ടിയിൽ കേറുമ്പോ കണ്ട് അയച്ചിട്ടു ഷൂ. അങ്ങനല്ല, തിരിച്ചിട്ട് വെൽക്കം ചെയ്യാനായിട്ട് നമ്മളെ മിസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ദുബായിലുള്ള മുഷ്രിഫ് പാർക്കിലാണ്. ഓൾറെഡി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. മുഷ്രിഫ് പാർക്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുള്ളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഈ വ്ളോഗിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ചെറിയ ഭാഗം മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ലായിക്കും കസിൻസൊക്കെ നല്ല സ്പോട്ടൊക്കെ നോക്കി ടെൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ മക്കളായിട്ട് ജസ്റ്റ് അവിടെ കുഞ്ഞ് പാർക്കുണ്ട്, അവിടെ വന്നതാണ്. കുറച്ച് നേരം അവിടെ മക്കളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നതാണ്. പിന്നെ ഈ പാർക്കിൽ എല്ലാ സൈഡിലും ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ അവർ അലൗഡ് അല്ല. അപ്പോൾ അതിനൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ നല്ല സ്പോട്ടിൽ ഇരുന്നതാണ്. അപ്പോൾ അവിടെ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് ബാക്കിലേക്കായിട്ട് മാറാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരവിടെ നല്ല സ്പോട്ടൊക്കെ നോക്കി ടെൻ്റൊക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ഇന്ന് എവിടേക്കും പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, റൂമിൽ തന്നെ ഇരിക്കാനായിരുന്നു പ്ലാന്. പെട്ടെന്നാണ് കോൾ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയതാണ്. മക്കളെ ഒന്ന് പുറത്തെടുക്കുക, അത്രയും ദിവസം റൂമിലിരുന്നിട്ടുള്ള ചടപ്പ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച റെസ്റ്റ് എടുത്തതിന് കംപ്ലീറ്റ് ഇവിടെ വന്ന് കളിച്ച് ഒരു വിധായിട്ടുണ്ട്. ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് ഏകദേശം ചാർക്കോളിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂത്തമ്മാൻ്റെ 2 ഫാമിലീസ് വരാനുണ്ട്, അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നല്ല തണുപ്പാണ്, കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോകും, അത്രക്ക് തണുപ്പാണ് ഇവിടെ. പിന്നെ ഇനിയും തണുപ്പ് കൂടുതലാണ് പറയുന്നത്. വളരെ സിമ്പിള് ഇതിന്റെ മുകളിൽ അതിനുള്ളിൽ പാട്ട് പഠിക്കാം.
ആദ്യം അവിടെ അവിടെ പക്ഷെ പറയുന്ന കേക്ക് ഇത് പോയിക്കോ പക്ഷെ ഷൂട്ടിട്ട് വേണം. സിന്റെ മാസ്മരിക കപ്പാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും. മസാല ജസീലിട്ടാടാ. അതെ 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 അതെ. അല്ലടാ മൂത്താപ്പ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ അതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. നമ്മൾ മാത്രമല്ല പാർക്കിലുള്ള എല്ലാവരും പോവുകയാണ്. ക്ലോസിങ് ടൈം ആയിക്കണം ഏകദേശം. അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ എടുത്ത് അവിടുന്ന് പോകാൻ നോക്കുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഫുഡ് അടിപൊളിയായിരുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുത്തമ്മാൻ്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അതുപോലെ മുത്തമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന അവരെ വകയുണ്ടായിരുന്ന ഒരു ചിക്കൻ എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി ഐബക്ക് അതിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങി. കളിച്ച് വയ്യാണ്ട് കിടന്ന് ഉറങ്ങി. പിന്നെ എണീച്ചിട്ടില്ല, റൂമിൽ വന്നിട്ടാണ് എണീച്ചത്. അങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വ്ളോഗ് എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇന്ന് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് പറയാൻ കട്ടെ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇസ്ര? ഭയങ്കര പിന്നെ മുത്തമ്മാന്റെ ഫാമിലിയുള്ള രണ്ട് മൂന്ന് വേറെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ രസമായിരുന്നു. ചിക്കനൊക്കെ ചുട്ട് ഒക്കെ കഴിച്ച് ഞങ്ങളിതിപ്പോ പെട്ടെന്ന് നമ്മള് എവിടെ ഇറങ്ങണില്ല എന്ന് വിചാരിച്ച് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു രസമായിട്ട് നല്ല അടിപൊളിയായി. അപ്പോൾ ഇനി സന്ധിക്കും വരെ വണക്കം. കേട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഐസ്ക്രീം ഒക്കെ തിന്നിക്കുന്നു. ഇനിയിപ്പോ നാളെ അസുഖം വരുമെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ദിവസമായിരുന്നു. അതൊരു വ്ളോഗാക്കിയിട്ട് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വ്ളോഗായിട്ട് ഇനിയും വരുന്നുണ്ട്. ബൈ.